വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് എന്ന ടോപ്പിക്കിൽ MCQ സെറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു MCQ സെഷൻ പാർട്ട് 1 ഒരു 7 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ എൻവലപ്പ് ഓഫ് എ സിനുസോയിഡൽ സിഗ്നൽ അലോങ് വിത്ത് ദ നാരോ ബാൻഡ് നോയ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരു സിനുസോയിഡൽ സിഗ്നലിന്റെ എൻവലപ്പ് നാരോ അലോങ് വിത്ത് ദ നാരോ ബാൻഡ് നോയ്സും കൂടെ ഉണ്ട്. അതിന് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുക, ആ ഒരു എൻവലപ്പിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നുള്ളത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ റിഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കുറെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അപ്പൊ അതൊക്കെ നമ്മൾ മുമ്പ് മാത്സിൽ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ എൻവലപ്പ് ഓഫ് എ സിനുസോയിഡൽ സിഗ്നൽ അലോങ് വിത്ത് ദ നാരോ ബാൻഡ് നോയ്സ് വിൽ ഫോളോ Richian distribution. Second question, which one of the following functions qualifies to be an autocorrelation function of a real valued time signal? ഇപ്പൊ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷനുകളിൽ ഏതാണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആയിരിക്കുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ സി ആണ്. എന്ത്? ഡെൽറ്റ ഫംഗ്ഷൻ, ഡെൽ ഓഫ് ടി ആണ് നമ്മുടെ ആൻസർ. Third question, the autocorrelation function of white noise is options delta function, constant, Gaussian, exponent of magnitude of minus t. അപ്പോൾ നമ്മുടെ ആൻസർ ഡെൽറ്റ ഫംഗ്ഷൻ ആണ്. ഇത് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ഒരു ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോകോറിലേഷൻ ഫംഗ്ഷന്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഫ്രം ദിസ് ക്വസ്റ്റ്യൻ ദ ഓട്ടോകോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത് ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ആയിരിക്കും. Fourth question, the spectral density of white noise is options exponential, uniform, Poisson, Gaussian. അപ്പോൾ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇതിൽ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യാന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ വൈറ്റ് നോയ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നോയ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. സോ the spectral density of white noise will be uniform. Fifth question, the PDF of a random variable x is given by fx of x is equal to k, 0 less than x less than 1, 0 otherwise, then the value of k will be. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എക്സിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 0നും 1നും ഇടയ്ക്കുള്ളതാണെങ്കിൽ കെയും അതല്ലാത്ത വാല്യൂസ് ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് കെയുടെ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആണ്, ഇതിലൊന്നുമില്ല ചെയ്യാൻ. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി PDF-ന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് പറയാൻ പറ്റും എന്ത്? -∞ to ∞ fx of x dx is equal to 1 എന്ന്. അപ്പൊ നമുക്കൊരു ലിമിറ്റ് തന്നിട്ടുണ്ട് അല്ലെ, 0 to 1 dx is equal to 1. അപ്പൊ നമ്മൾ അതിൽ k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് k is equal to 1 എന്ന് കിട്ടും. അപ്പൊ നമ്മളുടെ ആൻസർ ഇവിടെ 1 ആയിരിക്കും. Sixth question, spectral density is x of f is equal to k, magnitude of f less than fe is equal to 0, otherwise autocorrelation. അപ്പൊ നമുക്ക് ഇവിടെ സ്പെക്ട്രൽ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഓട്ടോകോറിലേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് അറിയാം സ്പെക്ട്രൽ ഡെൻസിറ്റിയും ഓട്ടോകോറിലേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓട്ടോകോറിലേഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആയിരിക്കും സ്പെക്ട്രൽ ഡെൻസിറ്റി. സോ സ്പെക്ട്രൽ ഡെൻസിറ്റി തന്നിട്ട് ഓട്ടോകോറിലേഷൻ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണണം. സോ സൊല്യൂഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഓട്ടോകോറിലേഷന്റെ സിമ്പിൾ Rxx of tau is equal to 1/2 pi integral minus fe to fe k e raised to j omega tau d tau. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? k/pi j fe cos fe tau എന്ന് കിട്ടും. സോ നമ്മുടെ ഓപ്ഷൻ എന്താണ്? എ ആയിരിക്കും. Last question, seventh question. Power spectral density of a stationary noise process n of f has autocorrelation for Rnm of tau is equal to k e raised to -3 magnitude of tau. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഓട്ടോകോറിലേഷൻ ഫംഗ്ഷൻ ആണ്, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓട്ടോകോറിലേഷൻ ഫംഗ്ഷനും പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓട്ടോകോറിലേഷൻ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആയിരിക്കും നമ്മുടെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. സോ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി SNN of omega കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന ഓട്ടോകോറിലേഷൻ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് നമ്മൾ ചെയ്യുന്നത്. സോ SNN of omega is equal to -∞ to ∞ integral Rnm of tau e raised to -j omega tau d tau. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6k/9 + omega² എന്ന് കിട്ടും.
അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷനിൽ സി ആണ്. അപ്പോൾ ഈ ഒരു MCQ സെറ്റ് 1 ഇവിടെ കഴിയുകയാണ്. താങ്ക് യു.